ഇറാൻ അമേരിക്കയുടെ ആക്രമണത്തിന് പ്രതികാരം ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം നടത്തിക്കൊണ്ടാണ്. സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ, അതുപോലെ തന്നെ ബഹ്റിൻ ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിലെയും അമേരിക്കൻ ബേസുകൾക്ക് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തുന്നത്. അമേരിക്കൻ ബേസുകൾക്ക് നേരെയാണ് എങ്കിൽ പോലും സിവിലിയൻ പ്രദേശങ്ങളിൽ പോലും ആക്രമണം പലതവണ നടന്നിട്ടുണ്ട്. ഇറാൻ്റെ മിസൈലുകളെയും ഡ്രോണുകളെയും പ്രതിരോധിക്കുകയാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട പണി. എണ്ണ ഉൽപ്പാദനം വേണ്ടത്ര രീതിയിൽ നടക്കുന്നില്ല. മുഴുവൻ ആഗോള എണ്ണ വിപണിയുടെ ഏതാണ്ട് 1/5 കടന്നു പോകുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. പല ഘട്ടങ്ങളിലായി ഹോർമൂസ് കടലിടുക്കിൽ വന്നിട്ടുള്ള സ്തംഭനങ്ങൾ എണ്ണ വിപണിയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $100 കടന്നിരിക്കുന്നു. എണ്ണവില ഉയരുമ്പോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. മാത്രമല്ല, അതിനുമപ്പുറം ആക്രമണം കൂടി സഹിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. അതായത് ഇന്നിപ്പോൾ വീണ്ടും എണ്ണ ടാങ്കറുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇറാൻ്റെ IRGC ആണ് എണ്ണ ടാങ്കറിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന സൂചനയുണ്ട്. ഹൂതികളും ആക്രമണം നടത്തുകയാണ്. ഇറാൻ്റെ ടെറിട്ടോറിയൽ വാട്ടറിലൂടെ കടന്നു പോകുമ്പോഴാണ് മൊസാംബിയൻ പതാക വഹിച്ചിട്ടുള്ള LPG ടാങ്കറിന് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായത്. ഈ ടാങ്കറിൽ 28 ഇന്ത്യൻ നാവികർ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 28 ഇന്ത്യൻ നാവികർക്കും അല്ലെങ്കിൽ ഈ 28 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണ് എന്ന് മാത്രമല്ല, അവർക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ അവർ ജീവൻ കയ്യിൽ പിടിച്ച് നടുക്കടലിലാണ്. കാരണം കപ്പൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. കപ്പലിൻ്റെ കേടുപാടുകൾ തീർക്കേണ്ടതുണ്ട്. ഇനിയും ഒരു ആക്രമണം ഏതു സമയത്തും നടക്കാം. ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാണ്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും അതുപോലെ തന്നെ ഇറാനിലെ ഇന്ത്യൻ എംബസിയും അധികൃതരുമായി ഈ വിഷയം വളരെ കൃത്യമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. 28 ഇന്ത്യക്കാരുള്ള ഒരു കപ്പൽ ആക്രമിക്കപ്പെട്ടതിനാൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം വരും മണിക്കൂറുകളിൽ ഇറാനെ അറിയിക്കുമെന്നുറപ്പാണ്. ഇറാൻ അധികൃതരുമായി ഇന്ത്യൻ എംബസി ഇത് സംബന്ധിച്ച ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ 28 ഇന്ത്യക്കാരും സുരക്ഷിതരാണ്. അവരെ സുരക്ഷിതരായി അപകട മേഖല കടത്തുക എന്ന ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയും അതുപോലെ തന്നെ ഇറാനും ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചെങ്കടലിൽ ഹൂതികളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാണിജ്യ കപ്പലുകൾ ഇപ്പോൾ വലിയ ഭീഷണി നേരിടുന്നുണ്ട്. വാണിജ്യ കപ്പലുകളെ ഇങ്ങനെ ആക്രമണത്തിന് ഇരയാക്കുന്നത് പ്രാകൃതമായ യുദ്ധതന്ത്രമാണ് എന്ന് ഇന്ത്യ ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു. നിരവധി ഇന്ത്യൻ കപ്പലുകൾ ഇതിനോടകം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈ 14-ന് 2 ഇന്ത്യൻ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടത് വലിയ വാർത്തയായിരുന്നു. ഇതിൽ ഒരു ഇന്ത്യൻ നാവികൻ മരിക്കുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിൽ പരിക്കേറ്റ 2 പേരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഒരു കപ്പൽ കൂടി ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. വലിയ തോതിൽ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസും വിഷയത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തി വരികയാണ്. വാണിജ്യ കപ്പലുകളെ ഇങ്ങനെ ലക്ഷ്യം വയ്ക്കരുതെന്ന് ഇന്ത്യ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. വീണ്ടും ഒരു സംഭവം കൂടി ആവർത്തിക്കുമ്പോൾ വരും മണിക്കൂറുകളിൽ ഇന്ത്യ ഗവൺമെന്റ് ഏത് രീതിയിൽ ഇടപെടുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. കഴിഞ്ഞ ദിവസത്തോടുകൂടി തുടർച്ചയായ 13-ാം ദിവസവും അമേരിക്ക ഇറാനിൽ ശക്തമായ ആക്രമണം നടത്തി. ഗൾഫ് രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം ഇറാനും അതുപോലെ തന്നെ അമേരിക്കയും സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചതായിരുന്നു. സ്വിറ്റ്സർലൻഡിൽ തുടർ ചർച്ചകൾക്കും തുടക്കമിട്ടു. ആ സാഹചര്യത്തിലാണ് ഹോർമൂസിൽ വീണ്ടും 2 അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ IRGCയുടെ ആക്രമണമുണ്ടായത്. മാത്രമല്ല, ഇറാൻ നേരിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് അമേരിക്കയെ പ്രകോപിപ്പിക്കുകയും സമാധാന ചർച്ചകൾ അവസാനിപ്പിച്ച് അമേരിക്ക വീണ്ടും ആക്രമണം നടത്തുകയും ചെയ്യുന്നു. ഇറാന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലാണ് കഴിഞ്ഞ 13 ദിവസവും ആക്രമണം നടന്നത്. മിസൈൽ ഉൽപ്പാദന കേന്ദ്രങ്ങൾ, മിസൈൽ സംഭരണ കേന്ദ്രങ്ങൾ, ഡ്രോൺ ഉൽപ്പാദന സംഭരണ കേന്ദ്രങ്ങൾ, ഈ മിസൈലുകളെയും ഡ്രോണുകളെയും നിയന്ത്രിക്കുന്ന കമാൻഡ് സെന്ററുകൾ, അതോടൊപ്പം തന്നെ ലോഞ്ച് പാഡുകൾ, ഇവ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ 13 ദിവസവും അമേരിക്ക അതിശക്തമായ ആക്രമണം ഇറാനിൽ നടത്തിയത്. ഈ 13 ദിവസത്തെ ആക്രമണം കൊണ്ട് ഇറാന്റെ സൈനിക ശക്തിയിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട് എന്ന് അമേരിക്ക അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അമേരിക്കയുടെ ഓരോ ആക്രമണങ്ങൾക്കും ഇറാൻ തിരിച്ചടിക്കുന്നുണ്ട്. ഗൾഫ് മേഖലകളിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയിട്ടാണ് ഇറാൻ മിസൈലുകൾ വരുന്നത്. പക്ഷേ പഴയതുപോലെ ഇറാന്റെ പ്രത്യാക്രമണങ്ങൾ
ആക്രമണങ്ങൾക്ക് മൂർച്ചയില്ല എന്നത് വാസ്തവമാണ്. ഇറാൻ തളർന്നിരിക്കുന്നു. 13 ദിവസം നടത്തിയ തുടർച്ചയായ ആക്രമണത്തിൽ ഇറാൻ്റെ പ്രത്യാക്രമണ ശേഷിയും സൈനിക ശേഷിയും വലിയ രീതിയിൽ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇത്. അതേസമയം ഇറാനെ അമേരിക്ക സമാധാന ചർച്ചകൾക്കായി വീണ്ടും സമീപിച്ചു എന്ന സൂചനയും വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാഖ് പ്രധാനമന്ത്രി ഇറാൻ സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അമേരിക്കയുടെ സന്ദേശമുണ്ടായിരുന്നു എന്നാണ് സൂചന. ഇറാഖ് പ്രധാനമന്ത്രിയിലൂടെ ഇറാനെ വീണ്ടും അമേരിക്ക ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുകയാണെന്നും എന്നാൽ അമേരിക്കയ്ക്ക് ഈ വെടിനിർത്തലുകൾ സ്വന്തം സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സൈനികമായ ഒരുക്കങ്ങൾ നടത്തുന്നതിനും യുദ്ധവിമാനങ്ങളിൽ എണ്ണ നിറയ്ക്കുന്നതിനുമൊക്കെയാണ് എന്നും അതുകൊണ്ട് തന്നെ ഇനി ഒരു സമാധാന ചർച്ച അമേരിക്കയുമായിട്ട് ഇല്ല എന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ. അതേസമയം അമേരിക്ക കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന സൂചനകളുമുണ്ട്. സൈനിക ശേഷി ഏതാണ്ട് ഇല്ലാതാക്കുന്ന തുടർ ആക്രമണങ്ങൾ നടത്തിയതിനു ശേഷം അമേരിക്ക ഇറാൻ്റെ മണ്ണിൽ ഇറങ്ങും. കരയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ സർക്കാരിനെ മറിച്ചിടാൻ എളുപ്പമാണ് എന്ന് അമേരിക്ക കരുതുന്നു. ഇപ്പോഴുള്ള ഇസ്ലാമിക സർക്കാരിനെ പുറത്താക്കി അമേരിക്കയോടും അതുപോലെ തന്നെ ലോകത്തോടും ആഭിമുഖ്യം പുലർത്തുന്ന മറ്റൊരു സർക്കാരിനെ വാഴിച്ച് അമേരിക്കൻ സൈന്യം പിൻവാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. ഇറാൻ്റെ ആണവശേഷിയെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും വേണം. ഇറാൻ്റെ കയ്യിൽ നിലവിൽ 60% സമ്പുഷ്ടീകരിക്കപ്പെട്ട ആണവ ആയുധ ഇന്ധനമായ യുറേനിയമുണ്ട്. ഇത് 90% സമ്പുഷ്ടീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇറാന് ആണവായുധങ്ങൾ നിർമ്മിക്കാം. ആണവായുധങ്ങൾ കൈവശം വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിനെയും അമേരിക്കയെയും ഇറാൻ ആണവായുധം കൊണ്ട് ആക്രമിക്കുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇറാൻ വലിയ രീതിയിൽ കോപാകുലരാണ്. അവരുടെ ഉള്ളിൽ പക തിളയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് നടന്ന ആക്രമണത്തിൽ ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമീനി കൊല്ലപ്പെട്ടു. ഇതിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ ഇതിനോടകം തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അയത്തുള്ള ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ 10,000-ങ്ങളാണ് ട്രംപിനെ കൊല്ലുമെന്ന ബാനറും ഉയർത്തിപ്പിടിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ നിരവധി വധശ്രമങ്ങൾ ട്രംപിന് നേരെ ഇതിനോടകം അവർ നടത്തി കഴിഞ്ഞു. ആണവായുധങ്ങൾ കൊണ്ട് അവർ ആക്രമിക്കുന്നത് തടയാനാണ് ആണവായുധങ്ങൾ നിർമ്മിക്കാനാവശ്യമായ യുറേനിയം അത് പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അമേരിക്ക ഇറാനിൽ സൈനിക നടപടി നടത്തുന്നത്. യുറേനിയം എവിടെയുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ കരയുദ്ധം നടത്തി അത് പിടിച്ചെടുക്കുക എന്നതാണ് അമേരിക്കൻ സൈന്യത്തിൻ്റെ ലക്ഷ്യം. ഇതിനോടകം തന്നെ സമാധാന കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ആണവായുധം നിർമ്മിക്കാനുള്ള ആ ഇറാൻ്റെ ശ്രമം ഉപേക്ഷിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു. യുറേനിയം മറ്റേതെങ്കിലും രാജ്യത്തിലേക്ക് മാറ്റണമെന്നും അവർ ആവശ്യപ്പെട്ടു. എന്നാൽ യുറേനിയം ഇറാൻ്റെ പരമാധികാരത്തിൻ്റെ അടയാളം എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത്. അത് മറ്റൊരു രാജ്യത്തിനും കൈമാറുന്ന പ്രശ്നമില്ല എന്ന് ഇറാൻ പറയുന്നു. അങ്ങനെയാണ് സമാധാന ചർച്ചകൾ വഴിമുട്ടിയത്. ഇപ്പോഴിതാ വീണ്ടും തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുന്നു. പക്ഷേ ഈ സമയം തന്നെ ഹൂതികളെ ഉപയോഗിച്ച് കടലിൽ മറ്റൊരു ഭീഷണി സൃഷ്ടിക്കാനും ഇറാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും കടലിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ ഗതാഗതത്തെ വലിയ രീതിയിൽ ഈ സംഘർഷം ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.